ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മുടെ തലയിൽ തേക്കുന്നതിനുള്ള ബ്രഹ്മി ഓയിൽ എന്ന എണ്ണയെക്കുറിച്ച് സംസാരിക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ബ്രഹ്മി, നെല്ലിക്ക എന്നീ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്ക് തണുപ്പ് കൊടുക്കുന്നതിനും കണ്ണിന് തണുപ്പ് കൊടുക്കുന്നതിനും ആയിട്ട് തലയിൽ തേക്കുന്നതിന് ഉപയോഗിക്കുന്ന എണ്ണയാണ് ബ്രഹ്മി ഓയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രഹ്മി ഓയിലിൽ അടങ്ങിയിരിക്കുന്ന നെല്ലിക്കയ്ക്കും അതുപോലെ തന്നെ ബ്രഹ്മിക്കും അതിസവിശേഷമായ ആയുർവേദ മരുന്നുകളുടെ ഒരു കൂട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിനാൽ പ്രത്യേകമായ കഴിവുകളുണ്ട്. ആ പ്രത്യേകതയിൽ ഒന്ന്, നമ്മുടെ ആളുകൾക്ക് പലപ്പോഴും ഉറക്കം കുറയുന്നു, തലയിൽ വല്ലാത്ത ചൂടാണ്, കണ്ണിന് കഴപ്പുണ്ടാകുന്നു, കണ്ണിന് വല്ലാത്ത ചൂടാണ്. ഈ ഒരു അവസ്ഥാവിശേഷത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ പ്രായം കൂടിയ ഒരു 60 വയസ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക്, തലയുമായിട്ട് ബന്ധപ്പെട്ട് അതികഠിനമായ തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും തലയുടെ തണുപ്പ് നഷ്ടപ്പെടുകയും തലയ്ക്ക് ചൂട് കൂടുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എണ്ണയാണ് ബ്രഹ്മി ഓയിൽ എന്ന പേരിൽ സ്വദേശി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നത്. ബ്രഹ്മിയും നെല്ലിക്കയും തുല്യമായ അളവിലെടുത്ത് അതിനകത്ത് സവിശേഷമായ കൂട്ടുകൾ കൂടി ചേർത്ത് ഉണ്ടാക്കുന്നു എന്നുള്ളതിനാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠന സമയം കൂട്ടുന്നതിന്, കൂടുതൽ സമയം പഠിക്കുമ്പോൾ അവർക്ക് തലയ്ക്ക് ചൂട് കൂടുകയും അതുപോലെ തന്നെ കണ്ണുകൾക്ക് ചൂട് കൂടുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ശ്രദ്ധ നഷ്ടപ്പെടും എന്നുള്ളതിനാൽ ആ നഷ്ടപ്പെട്ടു പോയ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരുന്നതിന്, അതുപോലെ തന്നെ തലയ്ക്കും കണ്ണിനും തണുപ്പ് കൊടുക്കുന്നതിന് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന എണ്ണയാണ് ബ്രഹ്മി ഓയിൽ. അതുപോലെ തന്നെ തല സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർ, ഉറക്കം പൊതുവെ കുറവായിട്ട് അനുഭവപ്പെടുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്കും ബ്രഹ്മി ഓയിൽ വളരെ കൂടുതൽ പ്രയോജനപ്രദമാണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന രണ്ട് സാധനങ്ങൾ, ഒന്ന് ബ്രഹ്മിയും രണ്ട് നെല്ലിക്കയുമാണ്. ഈ രണ്ട് സാധനങ്ങളും തലയ്ക്ക് തണുപ്പ് കൊടുക്കുന്നതിനും കണ്ണിന് തണുപ്പ് കൊടുക്കുന്നതിനും പ്രത്യേകമായ കഴിവുള്ള സാധനങ്ങളാണ്. അതോടൊപ്പം തന്നെ അതിനകത്ത് മെന്തോൾ ചേർക്കുന്നുണ്ട്, കർപ്പൂരം ചേർക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ തണുപ്പ് കിട്ടുകയും കൂടുതൽ സമയം പഠിക്കുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ സമയം ഉറക്കം കിട്ടുന്നതിനും സഹായിക്കും. ചുരുക്കി പറഞ്ഞ, ബ്രഹ്മി ഓയിൽ 6നും 60നുമുള്ള സവിശേഷമായി തലയിൽ തേക്കുന്നതിനുള്ള ഒരെണ്ണയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പഠന സമയത്ത്, പ്രത്യേകിച്ച് പരീക്ഷാ കാലയളവിൽ അവർ വളരെ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമുള്ളതിനാൽ പെട്ടെന്ന് മടുപ്പ് തോന്നുകയും കണ്ണിന് മടുപ്പ് തോന്നുകയും തലയ്ക്ക് കഴപ്പ് തോന്നുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന, അവരുടെ തലയുടെ അവസ്ഥ മാറ്റിക്കൊടുക്കുന്നതിന്, കണ്ണിൻ്റെ അവസ്ഥ മാറ്റിക്കൊടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സാധനങ്ങൾ എന്നുള്ള നിലയിലാണ് ഈ എണ്ണയിൽ നെല്ലിക്കയും ബ്രഹ്മിയും മാത്രമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഇത്തരത്തിലുള്ള എണ്ണ അവർ തേക്കുമ്പോൾ അവരുടെ കണ്ണുകൾക്ക് അതുപോലെ തന്നെ അവരുടെ തലയ്ക്ക് തണുപ്പ് കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ അവർക്ക് കൂടുതൽ സമയം ശ്രദ്ധയോടുകൂടി ഇരുന്ന് പഠിക്കുന്നതിനും സാധിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പറഞ്ഞു കേൾക്കുന്നത്, നമ്മുടെ പരസ്യങ്ങളിൽ കൂടി എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ബ്രഹ്മി കഴിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെ ബ്രഹ്മി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ബ്രഹ്മി ലേഹ്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ബുദ്ധി കൂടുമെന്നും ബുദ്ധി വർദ്ധിപ്പിക്കും എന്നും ആണ് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഒരു ആയുർവേദ ഗ്രന്ഥത്തിൽ പോലും ബ്രഹ്മി ബുദ്ധി വികസിപ്പിക്കുന്നതിന്, ബുദ്ധിശക്തി കൂട്ടുന്നതിന് പര്യാപ്തമായ ഒരു മരുന്നാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വിൽപ്പനയ്ക്കുള്ള, പരസ്യത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കായിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫലശൂന്യമായ ഒരു വാചക കസർത്താണ്. ബ്രഹ്മി നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന മാറ്റം നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രഹ്മി നമ്മുടെ തലയിൽ തേക്കുന്ന സമയത്ത് നമ്മുടെ തലയ്ക്കും കണ്ണിനും തണുപ്പ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുന്നതിന് അനുകൂലമായ ഒരു അന്തരീക്ഷം അവരുടെ തലയിൽ ഉണ്ടാകുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ സമയം ഇരുന്ന് മടുപ്പില്ലാതെ പഠിക്കുന്നതിന് സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നെല്ലിക്കയും കൂടി ചേരുമ്പോൾ ആ തലയ്ക്കും കണ്ണിനും കുളിർമ നൽകുന്ന ആ ഒരു അവസ്ഥ കൂടുതൽ സമയത്തേക്ക് നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. അതല്ലാതെ ബ്രഹ്മി ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഔഷധക്കൂട്ടായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ദേഹകാര്യം തന്നെയാണ് നമ്മുടെ പ്രായമായിട്ടുള്ള ആൾക്കാരിൽ അവർക്ക് ഉറക്കം കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയും ആ സമയത്ത് അവരുടെ തലയ്ക്ക് തണുപ്പ് കിട്ടുകയും അതുപോലെ തന്നെ കണ്ണിന് തണുപ്പ് കിട്ടുകയും ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ സമയം ഉറക്കമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് അവർ തനിയെ മാറ്റപ്പെടും. ഈ രണ്ട് മാറ്റങ്ങളുമാണ് ബ്രഹ്മി ഓയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മി ഓയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന മാറ്റവും അതുതന്നെയാണ്. അതല്ലാതെ ബ്രഹ്മി ബുദ്ധിശക്തി കൂട്ടുന്ന ഒരു ഔഷധക്കൂട്ടായിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ച് അങ്ങനെ ഉപയോഗിച്ചാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ വീഡിയോയിലൂടെ കൊണ്ടുവരുന്നു. നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവർ ബ്രഹ്മി ഓയിൽ ഉപയോഗിച്ച അവരുടെ തലയുടെയും കണ്ണിൻ്റെയും അവസ്ഥ മാറ്റപ്പെടുന്നു എന്നുള്ളതിനാൽ അവർക്ക് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ വയ്ക്കുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യമുള്ള സമയത്ത് മാത്രമേ ബ്രഹ്മി ഓയിൽ തലയിൽ ഉപയോഗിക്കാവൂ. ഒരു അരമണിക്കൂർ സമയം വേണം നമുക്ക് തലയിലേക്ക് എണ്ണ തേക്കുന്നത് കൊണ്ടുള്ള മാറ്റം. എണ്ണ വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും സമയം ആവശ്യമുള്ളതിനാൽ അത്രയും സമയം എണ്ണ തലയിൽ തേച്ച് വയ്ക്കുന്നതിന് സാധിക്കുന്ന ആൾക്കാർ മാത്രം ആ സമയത്ത് ബ്രഹ്മി ഓയിൽ ഉപയോഗിക്കുക. അതിനുശേഷം മാത്രമേ തലയിൽ നിന്ന് കഴുകിക്കളയാവുള്ളൂ. നമ്മുടെ ആൾക്കാർക്ക് പൊതുവെയുള്ളൊരു ശീലം, എണ്ണയും എടുത്തുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് പോകുന്നു, സോപ്പിട്ട് കഴുകുന്നു, സോപ്പിട്ട് കഴുകുമ്പോൾ തേച്ച എണ്ണ മുഴുവൻ അതേപടി തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കുന്നു. ആ ഒരവസ്ഥ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവർ തേക്കുന്ന എണ്ണ കൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആ ഒരവസ്ഥ മാറ്റപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അരമണിക്കൂർ സമയം തേച്ച് വയ്ക്കുന്നതിൽ കൂടി നമ്മുടെ തലയ്ക്ക് ആവശ്യമായ തണുപ്പും കണ്ണിനാവശ്യമായ തണുപ്പും തലയിൽ ആവശ്യമായിട്ടുള്ള ഘടനാമാറ്റവും ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ ബ്രഹ്മി ഓയിൽ തേക്കുന്ന സമയത്ത് അവർക്ക് നല്ല കോൺസെൻട്രേഷൻ അതുപോലെ തന്നെ ഉറക്കം കൂടി കിട്ടുന്നതിനുള്ള അവസ്ഥ ഉണ്ടാകും. ആ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. ഉപയോഗക്രമം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്നും അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രത്യേകമായിട്ട് കൊണ്ടുവന്നുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.